ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇനി നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലേക്കാണ് പോകുന്നത്. സോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് സ്വിമ്മിംഗ് പൂൾ. സോ അതൊരു ചെറിയ ഇതാണ്. അപ്പം അതിലേക്ക് ഞങ്ങളിരുന്നു. അത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തില്ല, എങ്കിലും മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് വരല്ലേ എന്ന് ബാബയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഭയങ്കര ഹെവി ആയിട്ടൊന്നും പെയ്തില്ല, ലൈറ്റായിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് കളിച്ചു. പിന്നെ ഞങ്ങൾ പറഞ്ഞു നമുക്കിവിടെ വേണ്ട, നമുക്ക് ശ്രുതിയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാനസ വണ്ണിലേക്ക് എത്തി. ഇവിടെ എന്താ ഇത്, ഭയങ്കര ആഘോഷമാണല്ലോ, വാ അടിപൊളി. അങ്ങനെ കുഞ്ഞിനെയും വലിച്ച് അവൾ പൂളിലേക്ക് ഇറങ്ങി. അങ്ങനെ 2 കുട്ടികളും പൂളിൽ കയറി അടിച്ച് പൊളിക്കുകയാണ് ഗൈസ്. ശ്രുതി അടിപൊളി, നല്ല സ്റ്റെപ്പ്. അങ്ങനെ ഞാനും അതിലേക്ക് ഇറങ്ങി. മഹേശ്വരനോടും ഇറങ്ങാൻ പറഞ്ഞു, പക്ഷേ അത്രയും പേർക്ക് അതിനകത്ത് പറ്റില്ല. പക്ഷേ മഹേശ്വരനൊക്കെ അവിടെ ഒരു കോമൺ ഏരിയയിൽ സ്വിമ്മിംഗ് പൂളുണ്ട്, അവിടെയാണ് അവർ പോയി. അപ്പോൾ അച്ചുവും മഹേശ്വരനും കൂടെ അങ്ങോട്ട് പോയിട്ട് എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങളും വന്ന് അങ്ങോട്ട് പോകാൻ. അങ്ങനെ ഞാനും വൈകിയും കൂടെ വലിയ പൂളിലേക്ക് എത്തി. അങ്ങനെ കുഞ്ഞൻ ആ റിങ്ങിനകത്തൊക്കെ കയറിയിട്ടുണ്ട്. അവിടെ അച്ചുവും ഓൾറെഡി അതിനകത്ത് നീരാടുകയാണ്. ഞങ്ങൾക്ക് ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നു, പിന്നെ ഓൾമോസ്റ്റ് സെറ്റായി. അങ്ങനെ വൈകി അതിനകത്തോട്ട് കയറി, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കിടന്ന് മാക്സിമം എൻജോയ് ചെയ്യുകയാണ് ഗൈസ്. നീന്താനൊന്നും അറിയത്തില്ല, എങ്കിലും അവിടെ കിടന്ന് വെള്ളത്തിൽ കിടന്ന് തട്ടി കളിക്കുന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു. അവിടെ നോക്കുമ്പോൾ വേറെ ആരും വന്നില്ല, ഞങ്ങൾ ഫാമിലി മാത്രമായിരുന്നു ആ എൻറ്റയർ പൂളിൽ കളിച്ചുകൊണ്ടിരുന്നത്. ചെറുതായിട്ട് മഴ വരാനുള്ള ഇതുണ്ടായിരുന്നു, പക്ഷേ പെയ്തില്ല. ഞങ്ങളെങ്കിലും എൻജോയ്. സോ ഗൈസ്, ഞങ്ങളിപ്പം സ്വിമ്മിംഗ് പൂളിലാണ്. യു ക്യാൻ സീ ഓൾ ഓഫ് ദം ആർ എൻജോയിങ്. സോ എൻജോയ് ചെയ്യുകയാണ്. സോ മിസ്റ്റർ മഹേഷ് എല്ലാവരും എൻജോയ് ചെയ്യുകയാണ്. ഓഹോ നരൻ, ഓഹോ ഞാനൊരു നരൻ, പുതുജന്മം തേടിയ നരൻ, ഒരു നരൻ ഞാനൊരു നരൻ. അവ ഇറക്കിയാണ്. ഓ നരൻ, ഓക്കെ ആടാ. എന്ത്? നോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും വീടിൻ്റെ അടുത്തുള്ള പൂളിലേക്ക് പോയി. അപ്പോഴേക്കും ഞങ്ങളുടെ പൂള് ഫുള്ള് നിറഞ്ഞു. പിന്നെ ഞാനും കുഞ്ഞനും കൂടെ അതിനകത്ത് കുറച്ച് നേരം കളിച്ചു ഇതിലേക്ക് വരുന്ന. പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു, കുഞ്ഞനെങ്ങാനും അവനൊരു 2 പ്രാവശ്യം ഇതിലേക്ക് ഒന്ന് മുങ്ങി അറിയാണ്ട്. പക്ഷേ അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. എങ്കിലും ഞങ്ങൾ മാക്സിമം അവിടെ കിടന്ന് എൻജോയ് ചെയ്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചു. പക്ഷെ നല്ല രസമായിരുന്നു ഗൈസ്, ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്വിമ്മിംഗ് പൂള്. അപ്പം നമുക്ക് പ്രൈവസി താല്പര്യമുള്ളവർക്ക് അങ്ങനെ. പിന്നെ കുട്ടികളൊക്കെ അവിടെ തന്നെ ആയിരുന്നു. ഞാനിങ്ങ് പോന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ഇതിനകത്ത് കുറച്ച് നീരാടിയിട്ട് പിന്നെ വീണ്ടും പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോഴേക്കും മഴ കുറച്ച് കൂടാൻ തുടങ്ങി രാത്രിയായപ്പോഴത്തേക്ക്. പിന്നെ അറ്റാറൊക്കെ മാറ്റി വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്തു, ശരി വിശക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഒരു 5-5:30 ഞങ്ങൾ പറഞ്ഞു ശരി അങ്ങ് പോയി നമുക്ക് വല്ലതും കഴിക്കാമെന്ന്. അങ്ങനെ ഞാനും കുഞ്ഞനും കുട്ടികളും എല്ലാം റെഡിയായിട്ട് ഞങ്ങൾ അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്ക് പോയി. അവിടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പോട്ട്രി ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ചെറിയ പോട്ട്രി നമുക്ക് ഇതുപോലൊക്കെ ചെയ്യാം, എന്നിട്ട് ഈ ചട്ടി നമുക്ക് വീട്ടിൽ തന്നു വിടും നെക്സ്റ്റ് ഡേ. അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞങ്ങളുടെ ഫുഡ് ഓർഡർ ചെയ്തു. നല്ല രസമാണ് കേട്ടോ അവിടുത്തെ പെയിൻറ്റിങ്സൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അവർ പറഞ്ഞു, നമ്മൾ വാട്സപ്പിൽ എല്ലാം പറഞ്ഞു എന്തൊക്കെയാണ് വേണ്ടതെന്ന്. സോ ഞങ്ങളുടെ ഫ്രഞ്ച് ഫ്രൈസ്, ഇത് ഷെസ്വാൻ ചിക്കനാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സാധാരണ ഉള്ളിവട അതും മേടിച്ചിരുന്നു. അങ്ങനെ ചൂടോടെ ആ മഴയത്ത് ഇതൊക്കെ കഴിച്ചു ഞങ്ങൾ. നല്ല ടേസ്റ്റായിരുന്നു.
അപ്പോഴേക്കും ശ്രുതിയും വന്നു. ഞങ്ങൾ കുറച്ച് നേരം കത്തിയൊക്കെ അടിച്ച് അതെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് കട്ടൻ കൂടെ നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ കട്ടൻ ചായയും ഇതും കൂടെ ഈ മഴ അടിപൊളി കോമ്പിനേഷനാണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നൈറ്റ് അവരുടെ വീട്ടിലേക്കാണ് ഡിന്നർ കഴിക്കാനായിട്ട്. അവിടെയാണ് ഞങ്ങൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ട് പോയത്. അപ്പം ഞങ്ങളുടെ ഇവിടെ നിന്ന് അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നൈറ്റിലിട്ട് അറ്റയർ. സോ ഇനി നമുക്ക് അവളുടെ വീട്ടിലേക്ക് പോകാം. ദാറ്റ് ഈസ് മാനസ. വനിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അവിടെ ഞങ്ങളെത്തി. അവരപ്പോഴേക്കും ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ശ്രുതിയും ഹസ്ബൻഡും ഒക്കെ ഞങ്ങളെ വരവേറ്റു. അപ്പം ഞങ്ങളവിടെ നോക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ക്യാമ്പ് ഫയർ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗൈസ്. ആൻഡ് ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമാണ് രാത്രിയിൽ. പിന്നെ ഈ മഴ കാരണം എന്ത് ചെയ്തു, ആ കോമൺ ഏരിയയിലുള്ളത് ആരും അങ്ങനെ പോയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ സെറ്റാക്കി, ഒരു പ്രൈവസി കിട്ടുമല്ലോ. അങ്ങനെ അതെല്ലാം ഇതാക്കിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോഴേക്കും അവർ കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് സമയം എടുത്തായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ച് നമുക്ക് അതാ എത്തിയല്ലോ, ജ്യൂസൊക്കെ കൊണ്ടുവന്നു. വാട്ടർമെലോൺ ജ്യൂസൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അവരതൊക്കെ നേരത്തെ തന്നെ ഡിന്നർ കൊണ്ട് മഹേഷേട്ടൻ പിന്നെ പറഞ്ഞ് നമുക്ക് കുറച്ച് റീൽസൊക്കെ എടുക്കാം. ഇതാ കണ്ടില്ലേ, അദ്ദേഹം കുറേ ടേക്ക് എടുത്തിട്ടാണ് അവസാനം ഞങ്ങൾ ഒരു റീൽ ഉണ്ടാക്കിയത്. എത്ര ടേക്ക് എടുത്തൊന്നും ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നോക്കുമ്പോൾ ഭയങ്കര പോഹ, എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു പേടി കാരണം. അപ്പോൾ ശ്രുതിയുടെ ഹസ്ബൻഡ് പറഞ്ഞു ശരി നമുക്ക് അകത്ത് കഴിക്കാം. പിന്നെ ഞങ്ങൾ ഇരുന്നപ്പം ഞങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നി. പിന്നെ വീണ്ടും അത് തിരിച്ച് കൊണ്ടുവന്ന് വെച്ച് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുൽക്ക, ജ്യൂസ്, പിന്നെ കാശ്മീരി പുലാവ്, ജീര റൈസ്, ചിക്കൻ കബാബ്, ബട്ടർ ചിക്കൻ, അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ സെറ്റാക്കി. പിന്നെ നൈറ്റിൽ അവിടെ ലോൺ ഏരിയയിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തു. അവിടെയും കുറച്ച് റീൽസൊക്കെ എടുത്തു. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്.